നമ്മൾ പോകുന്നത് താത്താരുടെ അടുത്തേക്കാണ്. താത്ത മീൻസ് ഇക്കാട് ഒരേ ഒരു സിസ്റ്റർ. അപ്പം നിങ്ങൾ കരുതും താത്ത എവിടെയോ ദൂരെയാണെന്ന്. താത്ത തൊട്ടടുത്താണ്, നിങ്ങൾ വല്ലപ്പോഴേ കാണാൻ പോറുള്ളൂ. ബൈ ഇന്ന് കാക്കയുടെ ബർത്ത്ഡേ ആണ്, മീൻസ് സുനിറാക്കയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ വണ്ടി നിർത്തി എവിടെയെങ്കിലും ഇങ്ങനെ എൻ്റെ കിട്ടുന്ന വണ്ടിയുടെ 10 ഫോട്ടോ ഇട്ടുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. അതങ്ങനെയായിപ്പോയി. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എന്നെയാണോ അതേ വണ്ടിയാണോ കിട്ടിയെന്നുള്ളത്. അപ്പം നമുക്കിന്ന് ഓരോരുത്തരെ പരിചയപ്പെടാം അല്ലേ. ഇതാണ് പ്രൊഡക്റ്റ് നമ്പർ 1 ആൻഡ് ദിസ് ഈസ് പ്രൊഡക്റ്റ് നമ്പർ 2. എനിക്ക് നമുക്കൊരു കുഞ്ഞു സ്ലോ മോഷൻ കൊടുക്കാം. Here comes the honors. ഈ സ്ലോ മോഷൻ ഇട്ട് വരുന്നതാണ് എൻ്റെ ഒരേ ഒരു നാത്തൂൻ ആൻഡ് താത്തയുടെ ഹസ്ബൻഡ്. ആൻഡ് ഈ കയ്യിലിരിക്കുന്നത് അവരുടെ 3ാമത്തെ പ്രൊഡക്റ്റ് അല്ല, അത് വേറെ ആളുടേതാണ്. ഇതാണ് ബർത്ത്ഡേ ബോയ്. അപ്പോൾ എല്ലാവരും ഒരു ബർത്ത്ഡേ വിഷയം മറക്കണ്ട കേട്ടോ. ഈ കാര്യത്തിൽ പോയി കൊച്ചിനെ ഇമ്പ്രസ് ചെയ്ത് നോക്കാം, പക്ഷെ കൊച്ചങ്ങ് ഇമ്പ്രസ് ആയില്ല. മാമ പോലും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് താത്ത ആൻഡ് താത്തയുടെ കുട്ടി ഫാമിലി. അപ്പോൾ നമുക്കിനി അടുത്ത ആൾക്കാരെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് താത്തയുടെ നെയ്ബേഴ്സ് ആൻഡ് താത്തയുടെ ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഒരു ഫാമിലി പോലെയാണ്. പിന്നെ ഈ നടക്കുന്ന പരദൂഷണ കമ്മിറ്റി കുടുംബശ്രീ മീറ്റിംഗ് ഒന്നും അല്ല, ജസ്റ്റ് എല്ലാവരും അവിടെ ചില്ലടിക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുന്നതാണ്. അവരൊക്കെ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും മീറ്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. പിന്നെ ഇയാൾ കുറച്ച് ഗൗരവമൊക്കെ അറിയാൻ കേട്ടോ, പെട്ടെന്നൊന്നും ചിരിക്കൂല. വന്ന സമയത്ത് എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അങ്ങോട്ട് ചിരിക്കുന്നില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ സംസാരിച്ച കാര്യമൊക്കെ പറഞ്ഞ് ടൈമൊക്കെ സ്പെൻഡ് ആക്കി ആ ഒരു ടാറ്റ ബൈ പറഞ്ഞ് നേരെ അവിടെ നിന്ന് മുഷ്റഫ് മോളിലേക്ക് വിട്ടു. ഡ്രസ്സ് കണ്ട് നടക്കുന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടി കയറി നല്ല നല്ല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഈ പച്ച എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം എന്തായാലും. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്തായാലും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.